മദീനയിലുണ്ട്. എങ്ങനെ ഇമാം ബുഖാരി മരിച്ചത്? രാജാവിൻ്റെ ആളുകളായിരുന്നു അക്കാലത്തെ മൂല്യന്മാർ. രാജാവിൻ്റെ അവിടെ പോയിട്ട് രാജാവ് പറഞ്ഞ്, അങ്ങനെയാണല്ലോ, രാജാവ് പറഞ്ഞ് എൻ്റെ പെരിയിലൊരു ക്ലാസ് നടത്തണമെന്നാണ്. അത് നടക്കൂല. എൻ്റെ പെരിയിൽ ബുഖാറയിലെ വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ക്ലാസ്. അത് നേരെ ഇതിനേക്കാൾ സൗകര്യമുള്ള ഓഡിറ്റോറിയം ഉണ്ട് അവിടെ, നമ്മളെ കൊട്ടാരത്തിൽ, അവിടെ നടത്തണമെന്നാണ്. നടക്കൂല. അപ്പോൾ പറഞ്ഞേ, എന്നാ വേണ്ട, പള്ളിയിലെ ക്ലാസ് നിർത്തണ്ട, ഒരു ക്ലാസ് അവിടെയും തുടങ്ങണം. അതിൻ്റെ കുട്ടികൾക്ക് മാത്രം. അതിക്ക് വേറെ ആൾ കയറാൻ പാടില്ല. അപ്പൊ അള്ളാഹ് റസൂൽ ഇവിടെ തന്ന ഇൽമ് ഞാൻ ഒരാൾക്കായിട്ട് കൊടുക്കൂല, ആർക്കും കേൾക്കാം. എൻ്റെ പേരേക്ക് വരാണെങ്കിൽ വരാം, പക്ഷേ നാട്ടിലെ ചെരുപ്പുത്തികൾ വരെ വരും. അതിന് എനിക്ക് നമ്മളാണോ? അത് പറ്റൂല. എൻ്റെ കൊട്ടാരത്തേക്കാണ് ചെരുപ്പുത്തിയൊന്നും കയറാൻ പറ്റൂല. എൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒന്നും കയ്യിൽ ഇറങ്ങാൻ പറ്റൂല. എന്നാൽ എൻ്റെ ക്ലാസ്സോടെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്ത് പുറത്താക്കണമല്ലോ. പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്ത്, നാട്ടിലെ മൂല്യന്മാരുടെ അഭിപ്രായമല്ലാത്ത പല അഭിപ്രായം ആർക്കുണ്ട്, പല വിഷയത്തിലും അഭിപ്രായം ആർക്കുണ്ട്, ബുഖാരിക്കുണ്ട്. അതിൽ രാജാവിടെ കൂട്ടുപിടിച്ച് നാട്ടിലാണ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഒപ്പം കൂടിയ ഭൂരിഭാഗം ആളുകളും പറഞ്ഞു, അയാൾ നാട്ടിൽ നിന്ന് പുറത്താട്ടെ, നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടായത് അയാൾ ഉണ്ടായിട്ടാ പുറത്താക്കി. അന്ന് എണീറ്റ് നടക്കാൻ വയ്യ. ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്കുള്ള യാത്രയിൽ ബുഖാരി ഇമാമിനെ കൊണ്ടുവരണ എങ്ങനെയെന്നറിയോ? ബുഖാരിമിനെ ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്കുള്ള യാത്രയിൽ ബുഖാരി ഇമാമിനെ കൊണ്ടുവരണ ഇങ്ങനെ ഇവിടെ കയ്യിൽ പിടിക്കാൻ തോളം കയ്യിൽ പിടിക്കുക ഇങ്ങനെ. കാരണം നടക്കാൻ വയ്യ. 2 കിലോമീറ്റർ ഏറ്റിക്കൊണ്ടുവന്നപ്പോഴത്തിന് അർസിൽ നീ എന്നെ വിടിന്ന് പറഞ്ഞ് നടക്കാൻ വയ്യ. അത്രയും കുഴങ്ങിയിട്ടുണ്ട്. അവിടെ നടന്നു വരുന്നത്, അല്ലാ എന്നെ പരീക്ഷിക്കല്ല, അടുവന്ന് അവിടെ വെച്ച് അത് അയിലടിച്ച് അവിടെ വെച്ച് മരിച്ചപ്പോൾ ഖബറിൽ നിന്ന് മയ്യത്ത് മറവ് ചെയ്തിട്ട് പലരും ആഘോഷിച്ചു, ഞങ്ങൾ സിന്ദീഖിനെ കുഴിച്ചു മൂടി, ആർക്കില്ലാത്ത അഭിപ്രായം പറഞ്ഞോനെ കുഴിച്ചു മൂടി എന്ന് പലരും ആഘോഷിച്ച് അവസാനം എന്തുണ്ടായി? ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശി. ബുഖാറ സമർക്കന്ത് പട്ടണം മുഴുവനും ഒരു സന്തോഷകരമായ സ്വർഗീയമായ പരിമളം ഖബറിന് അടിച്ചു വീശ. അത് കാണാൻ വേണ്ടി അക്കാലത്ത് ലക്ഷക്കണക്കായ ആളുകൾ ഖബറിൽ പരിസരത്ത് വന്നു അടിച്ചു വീശ. അവസാനം എന്ത് ചെയ്ത്, എതിരായപ്പോൾ ഇതിന് കൂടെ നിന്നിരുന്ന പല ആളുകളും ഖബറിന്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ്. ആരെ കഥയപ്പി പറഞ്ഞത്? അബൂ അബ്ദിൽ പാടിക്കട ചരിത്രം. അള്ളാഹാനെ ഭയപ്പെട്ടവര് അള്ളാഹ്ക്കല്ലാതെ ഒരുത്തനും തല കുലിക്കേണ്ടതില്ല. ഇന്നല്ല എടാ, ഈ ദുനിയാവ് ഒരുത്തന്റെയും ദുനിയാവല്ല, ഇത് പടച്ച റബ്ബുരാന്റെ ദുനിയാവാ. ഇന്നൽ അർളില്ല, ഇത് പടച്ച ദുനിയാവാ. നമ്മളിവിടെ വയലുറയാൻ വന്നോലല്ല, നമ്മളെ പണി വയലുറയല്ല, പടച്ചോനെ പറഞ്ഞ നമ്മൾ വയലുറയാൻ വന്നതാ അല്ല. നമ്മൾ എന്തിനു വന്നതാ? പടച്ചോനെ പറഞ്ഞു. ഇന്നൽ അർളില്ല. ചരിത്രം പിടിക്കുക, ചരിത്രം പിടിക്കുക. ഷാഫി ഇമാമിനെ അടിച്ചാ വന്നത്, അടിച്ചിട്ടാ വന്നത്. ആര്? മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ അടിച്ചടും. അക്കാലത്തെ മൂല്യന്മാരും രാഷ്ട്രീയക്കാരും കൂടി അടിച്ചടും. അടിച്ച് തള്ളിട്ട് രോഗത്തിൽ മരിച്ച് ഒരു നഫീസത്തുൽ മിത്രിയെ മാത്രം ദ്വാരക്കും. നാട്ടിലെ മൂല്യന്മാരും നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ എതിരെ ആർക്ക്? ഷാഫിമാമിന്. അങ്ങനെയൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കിക്കൂടി. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവസാനം എല്ലാവരും അടിയാൽ കിട്ടി, അടിയിൽ വീണു, അതിലാണ് മരിച്ച്. ആരാണ് ഇമാം ഷാഫി? റസൂൽ ഹദീസ് പറഞ്ഞിട്ടുണ്ട്,
ആലിമു ഖുറശീൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുന്ന ഒരു പണ്ഡിതൻ വരുന്നുണ്ട്. ആരാണ് ഈ പണ്ഡിതൻ? മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ. അടിച്ചു വന്നത്, അടിച്ചിടണം. അബൂ ഹനീഫനെ മൻസൂർ അടിച്ചു വന്നത്. ഒരാൾ വരൽ എത്തണ്ടായില്ല. കാരണം ഇതൊന്ന് പോയി കിട്ടിയെങ്കിൽ നന്നായി എല്ലാവരും വിചാരിച്ചു. അടിച്ചു വന്നു. ആര്? പറയട അടിച്ചിട്ട് വന്നതാണ്. ആര്? അബൂ ഹനീഫ അടിച്ചു വന്നതാണ്. അടിച്ചു വന്നതാണ്.